പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പത്മനാഭൻ. അനന്തവിഹായസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സ്കൂൾ കാലഘട്ടത്തിലേക്കുള്ള ഒരു ഗതകാല സ്മരണയാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. എനിക്ക് കൃത്യമായ കാലയളവ് ഏതെന്ന് സംശയമുണ്ട്. എങ്കിലും 1970, 1984 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. 3ാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിൽ ഒരു ചെറിയ പാഠമുണ്ട്, ബംഗാൾ എന്ന പേരിൽ. ഞാൻ ഇത് പഠിച്ചത് 1977-78 അധ്യയന വർഷമാണ്. കൽക്കട്ടയിലേക്ക് ജോലിക്കായി പോയ ഒരച്ഛൻ മകൾക്കയച്ച കത്തും അതിൽ ബംഗാളിനെക്കുറിച്ചുള്ള വിവരണങ്ങളുമാണ് ഈ പാഠത്തിലുള്ളത്. അന്നൊക്കെ ബംഗാളികളായി സാഹിത്യകാരന്മാരെയും സ്വാതന്ത്ര്യസമര നേതാക്കളെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുക. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും മലയാളികളെക്കാൾ കൂടുതൽ ബംഗാളികളാണല്ലേ. ഏതായാലും മഴയത്തും വെയിലത്തും ആർത്തുല്ലസിച്ച് തിമിർത്ത് നടന്ന ആ പഴയ കാലം, കിളിത്തട്ട് കളിയുടെയും ഓലപ്പന്ത് കളിയുടെയും ആരവവും ഉപ്പുമാവിൻ്റെ കൊതിയൂർന്ന ഗന്ധവും പേറുന്ന ആ പഴയ 3ാം ക്ലാസ് കുട്ടിക്കുസൃതികളാകാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. പാഠം 10. ബംഗാൾ. 297 കോളേജ് റോഡ്, റാസ് ബിഹാരി അവന്യൂ, കൽക്കട്ട 10-29-1969. പ്രിയപ്പെട്ട മകളെ, നീ സ്നേഹപൂർവ്വം അയച്ച കത്തു കിട്ടി. വീട്ടിൽ എല്ലാവർക്കും ക്ഷേമമെന്നറിഞ്ഞ് സന്തോഷിക്കുന്നു. ഇവിടെ എനിക്കും സുഖം തന്നെ. നാട്ടിൽ നിന്നു തീവണ്ടി വഴി ഇവിടെ എത്താൻ 3 ദിവസം വേണ്ടിവന്നു. പല നാടുകളും നഗരങ്ങളും കടന്നു പോന്നു. കേരളത്തിനോട് അവയ്ക്ക് വലിയ സാദൃശ്യമൊന്നും കണ്ടില്ല. എന്നാൽ ഇവിടെ എത്തിയപ്പോഴേക്കും മട്ടുമാറി. ഞാൻ വീണ്ടും കേരളത്തിൽ തന്നെയാണോ എന്ന് തോന്നിപ്പോയി. കാരണം പലതിലും കേരളം പോലെയാണ് ബംഗാൾ, കേരളീയരെ പോലെയാണ് ബംഗാളികൾ. കൽക്കത്ത പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമാണ്. ഇന്ത്യയിലെ 3 മഹാനഗരങ്ങളിൽ ഒന്നുമാണ്. നഗരമധ്യത്തിൽ പുരാതനമായ ഒരു കാളി ക്ഷേത്രമുണ്ട്. അതിനാൽ കാളിഘട്ടമെന്നായിരുന്നു ഇതിൻ്റെ പേര്. കാളിഘട്ടമാണ് കൽക്കത്തയായത്. മിക്കവാറും കേരളത്തിലെ പോലെയാണ് ബംഗാളിലെയും കാലാവസ്ഥ. ഭൂപ്രകൃതിയിലുമുണ്ട് ഈ സ്റ്റേറ്റുകൾ തമ്മിൽ പറയത്തക്ക സാമ്യം. കലശലായ മഴയും കഠിനമായ വെയിലും ബംഗാളിലുമുണ്ട്. കാടുകളും തോടുകളും പുഴകളും പാടങ്ങളും കേരളത്തിലെ പോലെ ബംഗാളിലും ധാരാളമാണ്. ഗ്രാമപ്രദേശങ്ങൾക്കാണ് വിശേഷിച്ചും കേരളഛായ. കുളമുള്ള പുരയിടങ്ങളും നെല്ല് വിളയുന്ന വയലുകളും ഭംഗിയുള്ള കവുങ്ങിൻ തോപ്പുകളും കണ്ടാൽ ആരും പറഞ്ഞു പോകും ഇത് കേരളമാണെന്ന്. മലയാളികളും ബംഗാളികളും തമ്മിൽ സ്വരൂപത്തിലും സ്വഭാവത്തിലുമുണ്ട് സാദൃശ്യം. ഇരു കൂട്ടരുടെയും മുഖ്യ ആഹാരം അരിയാണ്. മത്സ്യമാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഭക്ഷ്യവസ്തു. നമ്മെപ്പോലെ ബംഗാളികളും വെളുത്ത വസ്ത്രമാണ് അധികം ഇഷ്ടപ്പെടുന്നത്. പുരുഷന്മാർ മുണ്ടും ഷർട്ടും, സ്ത്രീകൾ സാരിയും ബ്ലൗസും ധരിക്കുന്ന രീതിയിൽ മാത്രമേ അല്പം വ്യത്യാസം ഉള്ളൂ. പൊതുവെ പഠിപ്പും പരിഷ്കാരവുമുള്ളവരാണ് ബംഗാളികൾ. നാടുനീളെ സ്കൂളുകളും നഗരങ്ങളിലൊക്കെ കോളേജുകളും കേരളത്തിലെ പോലെ ബംഗാളിലും കാണാം. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിനെന്ന പോലെ ബംഗാളി ഭാഷയ്ക്കുമുണ്ട് ഒരു മികച്ച സാഹിത്യം. നമ്മെപ്പോലെ ബംഗാളികളും ഉത്സവപ്രിയരാണ്. 9 ദിവസത്തെ നവരാത്രി പൂജയും 10ാം ദിവസത്തെ വിജയദശമിയും ബംഗാൾ ഒട്ടുക്ക് ദേശീയോത്സവമാണ്. അത്തം തൊട്ട് 10 ദിവസം മലയാളികൾക്ക് ഓണമഹോത്സവമുണ്ടല്ലോ, അതുപോലെ ഇരുകൂട്ടരും വിജയദശമി ദിവസമാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. ഒട്ടേറെ മഹാപുരുഷന്മാരുടെ ജന്മദേശമാണ് ബംഗാൾ. രാജാറാം മോഹൻ റോയ്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, ജഗദീഷ് ചന്ദ്രബോസ്, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ ബംഗാളിലാണ് ജനിച്ചത്. വന്ദേ മാതരഗാനം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ദേശീയഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോറും പ്രസിദ്ധരായ ബംഗാളി സാഹിത്യകാരന്മാരാണെന്ന് എൻ്റെ മകൾ അറിഞ്ഞിട്ടുണ്ടോ? എന്തോ. നന്മ നിറഞ്ഞ ഈ നാടിനെക്കുറിച്ചും നല്ലവരായ ഈ നാട്ടുകാരെക്കുറിച്ചും ഇനിയും നിനക്കറിയണമെങ്കിൽ എഴുതൂ. അച്ഛൻ അടുത്ത കത്തിൽ വിവരിക്കാം. ഉടൻ തന്നെ മറുപടി അയക്കുക. വാത്സല്യപൂർവ്വം, അച്ഛൻ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകൾ ഉൾപ്പെടെ രസകരമായ വിവിധ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. നന്ദി. വീണ്ടും കാണാം.